ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 4-ാം തീയതി 278-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനം കൂടി. സ്ലീവാ പെരുന്നാളിന് ശേഷം 3-ാമത്തെ ഞായർ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരിക്കൽ കൂടി യേശുവിന് എതിർപ്പ് നേരിടേണ്ടി വരികയാണ്. ശാബത്തിൻ്റെ പരസ്യമായ ലംഘനമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 28 വരെയുള്ള വേദഭാഗം നമുക്കൊന്ന് വായിക്കാവുന്നതുമാണ്. ശാബത്ത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അന്യരുടെ വയലിൽ നിന്ന് ശിഷ്യർ കതിര് പറിച്ചു തിന്നതിൻ്റെ പേരിലല്ല ആ പരീശന്മാർ കലഹിക്കുന്നത്. മറിച്ച് അന്ന് ശാബത്ത് ദിവസമായതിനാൽ അത് ശാബത്തിൻ്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും എതിരെയുള്ള ഒരു പരസ്യ ലംഘനമാണ് എന്നതുകൊണ്ടാണ്. വിശക്കുന്നവർക്ക് പസിയടക്കാൻ ആവശ്യമുള്ളത് അന്യരുടെ വയലിൽ നിന്ന് എടുക്കാവുന്നതാണ്. യഹൂദർക്കിടയിൽ അനുവദിച്ചിട്ടുള്ള കാര്യവുമാണ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്കത് കണ്ടെത്താൻ പറ്റും. എന്നാൽ ശിഷ്യന്മാർ ചെയ്തത് ശാബത്തിൻ്റെ പരസ്യമായ ലംഘനം തന്നെയാണ്. അങ്ങനെയാണ് പരീശന്മാർ അതിനെ കണക്കാക്കിയത്. അവരുടെ ദൃഷ്ടിയിൽ ഈ കതിര് പറിച്ചെടുത്തതിനെ അവർ കൊയ്യുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്നു. കയ്യിലിട്ട് കതിര് തിരുമിയത് മെതിക്കുന്നതിന് തുല്യമാണത്രേ. ആ കയ്യിൽ ഉമ്മി ഊതിക്കളയുന്നത് അത് ആ കതിര് പാറ്റുന്ന ജോലിക്ക് തുല്യമാണ്. അങ്ങനെ നല്ലൊരു ശാബത്ത് ദിനം ആ ശിഷ്യന്മാർ എന്തുമാത്രം വ്യവസ്ഥകൾ പരസ്യമായിട്ട് ലംഘിച്ചു. ഒരു വലിയ ഫലിതമാണ് എന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ തോന്നാം. യേശു ജീവിച്ച ആ കാലത്തെ നമ്മൾ ഗൗരവത്തിലെടുക്കുമ്പോൾ എന്തൊരു കഠിനമായ കാലത്തിലായിരുന്നു യേശു. ശാബത്ത് പൊതുവെ വിശ്രമ ദിനമെന്നാണ് ധാരണ. ദൈവം വിശ്രമിച്ച 7-ാം നാളെന്നാണ് അതിന് കൊടുക്കുന്ന വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ. വിശ്രമദിനത്തെക്കാളും അത് വേറിട്ട ദിനമാണ്. ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ ഈ പരീശന്മാര് ഈ നല്ല ദിവസത്തെ എപ്രകാരം അവരുടെ ആ സ്വകാര്യ ജീവിതത്തിനകത്ത്, അവരുടെ സ്വന്തം ജീവിതത്തിനകത്ത് അവര് എത്രമാത്രം മോശപ്പെടുത്തി കളഞ്ഞു. പരമാവധി നല്ലതാക്കാവുന്ന ഒരു നല്ല ദിനത്തെ അവര് അന്യരുടെ ആ കുറ്റം കണ്ടെത്തുന്നതിനും അവരെ വിധിക്കുന്നതിനും അവർക്കെതിരെ കലഹിക്കുന്നതിനുമായി മാറ്റിക്കളഞ്ഞു. നല്ലൊരു ഞായർ ദിനത്തിലാണ് നമ്മളും. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ശാബത്ത് ദിനം ഇന്നാണല്ലേ. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സ്മരണയിൽ ഞായർ ദിനത്തിനാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം. ഈ ദിനം നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? മനസ്സുണ്ടെങ്കിൽ, കുറച്ച് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.